Welcome all. Now we are going to discuss about sequences of real numbers. First we have the definition. A sequence of real numbers is a function from natural numbers into real numbers. അതായത് ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസിലേക്ക് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ, അതായത് 1 ഇമേജ് 1, 2 ഇമേജ് 2, 3 ഇമേജ് 3. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് 1, 2, 3, 4 എക്സെട്ര. ജനറൽ ടേം എന്ന് പറയുന്നത് എൻ ആണ്. അത് നമ്മൾ നൊട്ടേഷൻ കാണിക്കുന്നത് എക്സ് എൻ, അതിനെ ഓപ്പൺ ബ്രാക്കറ്റ്സിൽ ഇട്ടിട്ടാണ് സീക്വൻസിൻ്റെ സിമ്പിൾ വരുന്നത്. സീക്വൻസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ആദ്യത്തെ ടേം, എന്നിന് 2 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് രണ്ടാമത്തെ ടേം. അങ്ങനെയാണ് സീക്വൻസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് സീക്വൻസിലെ എലിമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. എന്നിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് 1, 2 കൊടുക്കുമ്പോൾ കിട്ടുന്നത് 2 സ്ക്വയർ അതായത് 4, 3 കൊടുക്കുമ്പോൾ 9, 4 കൊടുക്കുമ്പോൾ 16 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൽ ജനറൽ ടേം നമ്മൾ എഴുതുന്നത് എക്സ് എൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഓക്കെ, and we have the third example. The function is defined by f of n is equal to 2n. അതായത് ഇതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണിത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 വരും, എന്നിന് 2 കൊടുക്കുമ്പോൾ 4 വരും, എന്നിന് 3 കൊടുക്കുമ്പോൾ 6 വരും. അങ്ങനെയാണ് ഇതിൽ സീക്വൻസിൻ്റെ ടേംസ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു 2n, the sequence of even natural numbers. And we have the fourth example. The function is defined by f of n is equal to 2n minus 1. When n is substituted by 1, 2, 3 etc., we can obtain the sequence 1, 3, 5, 7, 9 etc. And this is clearly the sequence of odd natural numbers. Okay, and the fifth example is the function is defined by f of n is equal to 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1, 1, 1 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ടേംസും സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സിക്സ്ത് എക്സാമ്പിൾ ഈസ് the Fibonacci sequence. We know that first one Fibonacci sequenceൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് 1 ആണ്, അതായത് 1ൻ്റെ ഇമേജ് ആണ് ആദ്യത്തെ ആളെന്ന് പറയുന്നത്. സോ എഫ് ഓഫ് 1 1 ആണ്, എഫ് ഓഫ് 2 രണ്ടാമത്തെ ആൾ 1 ആണ്. ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നത് തൊട്ട് മുന്നത്തുള്ള രണ്ടാൾക്കാരുടെ സമ്മാണ് അല്ലേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. മൂന്നാമത്തെ ആൾ മുതൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അതായത് x1 സീക്വൻസിലത്തെ ആദ്യത്തെ ആൾ x1 1 ആണ്, x2 1 ആണ്, xn ജനറൽ ടേം xn എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള രണ്ടുപേരുടെ xn മൈനസ് 1ൻ്റെയും xn മൈനസ് 2ൻ്റെയും സമ്മാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് 1, 1 ആയത് രണ്ടുപേര്. ആൻഡ് മൂന്നാമത്തെ ആൾ മുതൽ തൊട്ട് മുന്നത്തെ ആൾക്കാരെ തമ്മിൽ രണ്ടുപേരെ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് 1, 1, 2, 3, 5, 8, 13 എക്സെട്ര. ആൻഡ് ദിസ് ഇസ് ദ ഫിബൊനാച്ചി സീക്വൻസ്. And the seventh example is an example for eventually constant sequence അല്ലെങ്കിൽ ultimately constant sequence. രണ്ട് തരത്തിൽ അത് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്താണെന്ന് നേരത്തെ കണ്ടു. എല്ലാ ടേംസും സീക്വൻസിലുള്ള എല്ലാ ടേംസും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവൻച്വലി കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് പേരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇവൻച്വലി കോൺസ്റ്റൻറ്റ് സീക്വൻസ് ഓർ അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സീക്വൻസ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളൊരു എക്സാമ്പിളിൽ ഫസ്റ്റ് 1 2 ആണ്, സെക്കൻഡ് പ്ലേസിൽ 3 ആണ്, തേർഡ് പ്ലേസിൽ 5 ആണ്, ഫോർത്ത് പ്ലേസിൽ 7 ആണ്, അതിനുശേഷമുള്ള എല്ലാ പ്ലേസിലും 9 ആണ്. ദെർഫോർ എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 9 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് ഫിഫ്ത്ത് പ്ലേസ് മുതൽ എല്ലാവരും 9 ആണ്. അപ്പോൾ ഇത് ഒരു ഇവൻച്വലി കോൺസ്റ്റൻറ്റ് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. And we have the eighth example. The sequence is given as 0, 1, -1, 2, -2, 3, -3 etc. ഇത് ആരാണ്? ഇൻഡിജേഴ്സ് ആണ്. പക്ഷേ ഇൻഡിജേഴ്സ് നമ്മൾ സാധാരണ കാണുന്ന ഓർഡറിലല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്. സാധാരണ കാണുന്ന ഓർഡർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കും കുറേ എക്സെട്ര ഉണ്ട്, റൈറ്റിലേക്കും കുറേ എക്സെട്ര ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സീക്വൻസിന് അങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഓരോ പ്ലേസിലും ആരാണ് ഇരിക്കുന്നതെന്ന് പറയണം. അതുപോലെ ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രാമത്തെ പ്ലേസിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് എട്ടാമത്തെ എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ 0ന് വെക്കുന്നു, പിന്നെ നമ്മൾ 1ന് വെക്കുന്നു, ആൻഡ് ദെൻ -1, 2, then -2, 3, then -3 എക്സെട്ര.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഏത് പ്ലേസിലിരിക്കുന്നു, എത്രാമത്തെ പ്ലേസിലിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളതല്ലേ, അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. n ഈവൻ ആണെങ്കിൽ n/2 ആയിരിക്കും അവിടെ ഇരിക്കുന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ n2 ആവുന്ന സമയത്ത്, അതായത് സെക്കൻഡ് പ്ലേസിൽ ആരാണ് ഇരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ n=2 ആണ്. അപ്പോൾ n=2 ആകുമ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് എന്ത് വരും, 2/2 ദാറ്റ് ഈസ് 1 വരും. ശരിയാണ്, സെക്കൻഡ് പ്ലേസിൽ നമ്മൾ 1 ആണ് വെച്ചിട്ടുള്ളത്. ഇനി ഫോർത്ത് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ 4/2 ദാറ്റ് ഈസ് 2 ആണ് അവിടെ ഉണ്ടാവുക. ആൻഡ് ദെൻ സിക്സ്ത് പ്ലേസിൽ ആരാണ് ഉണ്ടാവുക, 6/2 ദാറ്റ് ഈസ് 3 ആണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഈവൻ പ്ലേസുകളൊക്കെ n/2 ആണ് വരുന്നത്. ആൻഡ് ഓഡ് പ്ലേസിൽ ആരാണ് വരുന്നത്, -n-1/2 ആണ് വരുന്നത്. ഓക്കെ, അതായത് n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസിൽ ആരായിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടും. n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. അതാണ് ഫസ്റ്റ് പ്ലേസിൽ. n-ന് 3 കൊടുക്കുമ്പോൾ നമുക്ക് തേർഡ് പ്ലേസിൽ ഇരിക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ പറ്റണം. 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, -3 -1/2 ദാറ്റ് ഈസ് -1 അല്ലേ. -1 തന്നെയാണ് തേർഡ് പ്ലേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇൻറ്റിജേഴ്സിനെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. വേർ ദിസ് ഇസ് ദ ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് ദെൻ 9th എക്സാമ്പിൾ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 2 1 4 3 6 5 8 7 എക്സെട്ര. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റിലേഷൻ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അത് ഒന്നിടവിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തേർഡ് തേർഡ് ഫിഫ്ത്ത് സെവൻത്ത് പ്ലേസിലിരിക്കുന്നത് ഈവൻ നമ്പേഴ്സും ബാക്കിയുള്ള പ്ലേസിലിരിക്കുന്നത് ഓഡ് നമ്പേഴ്സുമാണ് അല്ലേ. അപ്പോൾ നമുക്കതൊരു ഫംഗ്ഷൻ വെച്ചിട്ട് സീക്വൻസ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് f(n) = ഓഡ് പ്ലേസിലിരിക്കുന്ന ആൾക്കാർ ആരാണ്, n+1 ആണ്. ഈവൻ പ്ലേസിലിരിക്കുന്ന ആൾക്കാർ n-1 ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു സീക്വൻസിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് ദെൻ ദ 10th എക്സാമ്പിൾ ഈസ് എക്സാമ്പിൾ ഫോർ നോട്ട് എ സീക്വൻസ്. ഓക്കെ, അവിടെ 2 4 7 3 3 7 5 8 തോന്നിയ പോലെ നമ്മൾ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ അടുത്ത പ്ലേസിൽ ആരാ വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സോ നമുക്ക് ആ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദെർഫോർ ദിസ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ എ സീക്വൻസ്. ഓക്കെ, ഇതൊരു സീക്വൻസ് അല്ല. ആൻഡ് ദെൻ 11th എക്സാമ്പിൾ 1 2 6 24 120 എക്സെട്ര. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓരോരുത്തരും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫാക്ടോറിയലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എക്സെട്ര. സോ ദ ഫംഗ്ഷൻ ഈസ് f(n) = n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ സീക്വൻസ് എന്താണെന്നും സീക്വൻസിന് നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഫംഗ്ഷനായിട്ടും മാറ്റാൻ പറ്റണം. അതുപോലെ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്ത് സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ കൺവെർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് സീക്വൻസസ്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ദ കൺവെർജൻസ് ഓഫ് ദ സീക്വൻസ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു സീക്വൻസ് xn റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അത് x എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn - x ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എപ്സിലോൺ. ഓക്കെ, അപ്പോൾ xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു നാച്ചുറൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ k ഓഫ് എപ്സിലോൺ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ k എപ്സിലോൺ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് xn - x ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എപ്സിലോൺ. അതായത് ആ k എപ്സിലോൺ എന്ന് പറയുന്ന ആ നാച്ചുറൽ നമ്പറിന് ശേഷം വരുന്ന എല്ലാ എണ്ണകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് സീക്വൻസിലുള്ള പോയിന്റുകളും ഈ പറയുന്ന എക്സും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ബാക്കി സീക്വൻസിലുള്ള എല്ലാ ആൾക്കാരും ഈ പറയുന്ന എക്സിനെ ചുറ്റിപ്പറ്റി എപ്സിലോണിൽ താഴെ ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് എപ്സിലോണിനും നമുക്ക് ആ ഒരു പരിധി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് പറയാം, സീക്വൻസ് ആ എക്സിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റാണ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താഴെ എഴുതിയിട്ടുണ്ട് എന്താണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത്. ഇൻ ദിസ് കേസ് വി സേ ദാറ്റ് അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു എങ്കിൽ ആ എക്സിനെയാണ് നമ്മൾ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. മോഡുലസ് ഓഫ് xn - x ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവുന്നത് xn ഈസ് എൻ എലമെൻറ്റ് ഓഫ് v എപ്സിലോൺ ഓഫ് x എന്നാണ്. അതായത് v എപ്സിലോൺ x എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ എപ്സിലോൺ റേഡിയസിലുള്ള നെയ്ബർഹുഡ്, ആ നെയ്ബർഹുഡിൽ xnകളെല്ലാം വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് xn - x ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓഫ് എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം k ഓഫ് എപ്സിലോണിന് ശേഷമുള്ള സീക്വൻസിലുള്ള എല്ലാ പോയിൻറ്റ്സും ഈ ഒരു നെയ്ബർഹുഡിൽ വന്നിട്ടുണ്ടാവണം
എന്നാണ് അല്ലേ. സോ നമുക്ക് ആ ഡെഫിനിഷനെ, കൺവെർജൻസിൻ്റെ ഡെഫിനിഷനെ ഒന്നുകൂടെ റീസ്റ്റേറ്റ് ചെയ്യാം. അതാണ് ദെർഫോർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കണേ. ദെർഫോർ വി ക്യാൻ ഓൾസോ സേ ദാറ്റ് എ സീക്വൻസ് എക്സ് എൻ കൺവെർജസ് ടു എക്സ് if for every epsilon greater than 0 there exists a k epsilon element of n such that xn element of v epsilon of x for every n greater than or equal to k epsilon. അതായത് ഏതൊരു എപ്സിലോണിനും നമുക്കൊരു കെ എപ്സിലോണിനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് കെ എപ്സിലോണിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്നുകളും ഈ പറയുന്ന എക്സിൻ്റെ എപ്സിലോൺ റേഡിയസിലുള്ള നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കണം. ഒരാൾ പോലും മിസ്സാവാതെ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സീക്വൻസിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സീക്വൻസ് കൺവേർജൻ്റ് ആയിട്ട് കാണും. അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ലിമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സീക്വൻസ് നമ്മൾ ഡൈവർജൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നൗ വി ഹാവ് so many problems. First problem is show that limit xn is equal to 0 if xn is equal to 1 by n for every n element of n. So സീക്വൻസ് എന്താണെന്ന് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് എന്നിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് 1. സെക്കൻഡ് വൺ ഈസ് 1/2, തേർഡ് വൺ ഈസ് 1/3 എക്സെട്ര. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ലെഫ്റ്റിൽ 0 കാണിച്ചിട്ടുണ്ട്, റൈറ്റിൽ 1 കാണിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സീക്വൻസിലെ പോയിന്റ്സ്. അപ്പോൾ ആദ്യം 1 ഉണ്ട്, 1/2, 1/3, 1/4, 1/5, 1/6 എക്സെട്ര എക്സെട്ര. 0 അവിടെ നമ്മുടെ സീക്വൻസിൽ ഇല്ല, പക്ഷേ 0യുടെ അടുത്ത് വരെ നമ്മുടെ പോയിന്റ്സുകളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിലെ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സീക്വൻസ് എങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം 1 ആണ്, പിന്നെ 1/2 ആണ്, പിന്നെ 1/3 ആണ്, 1/4 ആണ്, 1/5, 1/6, 1/7, 1/8 എക്സെട്ര എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് 0നെ ഉദ്ദേശിച്ചിട്ടാണ്, 0നെ നോക്കിക്കൊണ്ടാണ്. സോ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ലിമിറ്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് തിയററ്റിക്കലി അതിൻ്റെ പ്രൂഫ് കൊടുക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ തിയറി പറയുന്നത്? ഫോർ എവറി എപ്സിലോൺ നമുക്കൊരു കെ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1/2 എന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കെ എപ്സിലോൺ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്സിലോൺ 1/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ്? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ 1/2 ആകുന്നത് എപ്പോൾ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സ് എൻ 1/n ആണ്, എക്സ് 0 ആണ്. സോ മോഡുലസ് ഓഫ് 1/n മൈനസ് 0 എന്ന് വരും. അത് ലെസ് ദാൻ 1/2 ആകുന്നത് എപ്പോഴാണ്? 1/n ലെസ് ദാൻ 1/2 ആകുക എന്ന് പറയുമ്പോൾ n ഗ്രേറ്റർ ദാൻ 2 ആവുക. n ഗ്രേറ്റർ ദാൻ 2 ആവുക എന്ന് പറഞ്ഞാൽ n-നെ എവിടെ തൊട്ട് തുടങ്ങാം? 3 മുതൽ തുടങ്ങാം. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 മുതൽ തുടങ്ങാം. ഇനി ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ x എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0യിൽ നിന്ന് 1/2 താഴെ ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് ആര് മുതലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 1 എന്തായാലും 1/2 ഡിസ്റ്റൻസിൻ്റെ താഴെയല്ല 0 ആയിട്ട്. അപ്പോൾ 1-നെ ഒഴിവാക്കാം. 1/2 0 ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 ആണ്, ലെസ് ദാൻ 1/2 അല്ല. അപ്പോൾ അതിനെ ഒഴിവാക്കാം. ബാക്കി 1/3 മുതലുള്ള ഏതൊരു പോയിന്റിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 ആയിട്ടുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ടേം മുതൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. എന്ന് പറഞ്ഞാൽ കെ എപ്സിലോൺ ആയിട്ട് ആരെ സെലക്ട് ചെയ്യാം? 3-നെ സെലക്ട് ചെയ്യാം. 3-നെ സെലക്ട് ചെയ്യാം ഓർ എനി ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 3 എന്നും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാരണം 3-ന് ശേഷമുള്ള മൂന്നാമത്തെ ടേം മുതൽ എല്ലാവരും ഈ പറഞ്ഞ ലെസ് ദാൻ 1/2 നിൽക്കുന്നവരാണ്. അപ്പോൾ 3-ന് ശേഷം നിങ്ങൾ കെ എപ്സിലോൺ 4 എടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. കാരണം 4-ന് ശേഷമുള്ള എല്ലാവരും ലെസ് ദാൻ 1/2 5-ന് ശേഷം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വേണമെങ്കിലും കെ എപ്സിലോൺ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ കെ എപ്സിലോൺ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ കെ എപ്സിലോൺ ആരായിട്ട് തന്നെ എടുക്കാം? 3 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എപ്സിലോൺ ഞാൻ 1/100 എടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നോക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 101 മുതലാണ് ഇത് സംഭവിക്കുന്നത്. മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ 1/100 ആവുന്നത്. സോ വി ക്യാൻ ചൂസ് കെ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 101 ഓർ എനി ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 101. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു നമ്പർ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 2/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 2/3 ആവുന്നത് എപ്പോൾ? അതായത് 1/n ലെസ് ദാൻ 2/3 ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n ഗ്രേറ്റർ ദാൻ 3/2 എന്ന് വരും. ദാറ്റ് ഈസ് 1.5. അപ്പോൾ 1.5ൻ്റെ മുകളിലുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് 2 മുതലാണ്. അപ്പോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. രണ്ടാമത്തെ ടേം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് 1/2 മുതലുള്ള ടേംസുകളെല്ലാം 0 ആയിട്ട് ഡിസ്റ്റൻസ് ലെസ് ദാൻ 2/3 ആയിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് കെ എപ്സിലോൺ ഏതെടുക്കാം? 2 എടുക്കാം, അല്ലെങ്കിൽ 2-ന് മുകളിലുള്ള ഏതൊരു ഇൻറ്റിജർ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? കെ എപ്സിലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് പറയണം. അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. ഇൻ ജനറൽ ഇഫ് വി ചൂസ് എപ്സിലോൺ പോസിറ്റീവ് നമുക്ക് എന്താണ് കെ എപ്സിലോൺ എന്ന് പറയണം അല്ലേ? ഇഫ് വി ചൂസ് എപ്സിലോൺ പോസിറ്റീവ് ദെൻ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ്
ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ വരിക എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1/n മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1/n തന്നെയാണ്. 1/n ലെസ് ദാൻ എപ്സിലോൺ ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. അപ്പോൾ 1/എപ്സിലോൺ ഇൻഡിജർ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് k എപ്സിലോൺ എങ്ങനെ ചൂസ് ചെയ്യാം? ഈ പറഞ്ഞ 1/എപ്സിലോണിൻ്റെ മുകളിലുള്ള ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പറായിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതൊരു നാച്ചുറൽ നമ്പറായിട്ടും ചൂസ് ചെയ്യാം. 1/എപ്സിലോണിൻ്റെ മുകളിലുള്ള ഏതൊരു നാച്ചുറൽ നമ്പറായിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. സ്മോളസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്താലും നോ പ്രോബ്ലം. അപ്പോൾ എന്തായി? ദസ് ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ കെ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് x n മൈനസ് x ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. അപ്പോൾ എല്ലാ എപ്സിലോണും ഒരു കെ എപ്സിലോൺ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശം xn എന്ന് പറയുന്ന സീക്വൻസ് 1/n എന്ന് പറയുന്ന സീക്വൻസ് 0ലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് 1/n എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു പോർഷൻ മാത്രമാണ് ശരിക്കും പ്രൂഫിലേക്ക് വേണ്ടു. അതിൻ്റെ ഇലസ്ട്രേഷനാണ് ഓരോരോ എപ്സിലോൺ വാല്യൂസ് എടുത്തിട്ട് എങ്ങനെയാണിത് വരുന്നതെന്നാണ് ഞാൻ തൊട്ട് മുകളിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ദെൻ പ്രോബ്ലം 2, ഇതൊക്കെ നമ്മൾ ജനറൽ രീതിയിലാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം 2 പറയുന്നത് ഷോ ദാറ്റ് ലിമിറ്റ് 1/2n ഈക്വൽ ടു 0. ഇവിടെ x എന്ന് പറയുന്നത് 1/2n ആയിട്ട് എടുക്കണം, x എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കണം. അത് ഇതിൻ്റെ ലിമിറ്റാണെന്ന് ഷോ ചെയ്യണം അല്ലേ. അപ്പോൾ ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, അതിൻ്റെ കെ എപ്സിലോൺ എങ്ങനെയാണെന്ന് കാണിച്ചാൽ മതി. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, ദെൻ മോഡുലസ് ഓഫ് x n മൈനസ് x എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 1/2n മൈനസ് 0 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2n ലെസ് ദാൻ എപ്സിലോൺ. റെസിപ്രോക്കൽ എടുത്താൽ 2n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. ദാറ്റ് മീൻസ് n ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. അപ്പോൾ 1/2 എപ്സിലോണിൻ്റെ മുകളിലുള്ള ഏതൊരു നാച്ചുറൽ നമ്പറായിട്ടും നമുക്ക് ആരെ എടുക്കാം? കെ എപ്സിലോണിന് എടുക്കാം. അതാണ് സോ ചൂസ് കെ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എപ്സിലോൺ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം കിട്ടും. ആൻഡ് ദെർഫോർ ലിമിറ്റ് 1/2n ഇസ് ഈക്വൽ ടു 0. ആൻഡ് വി ഹാവ് നെക്സ്റ്റ് പ്രോബ്ലം. Show that limit Sn equal to 0 where Sn is equal to 1/n square plus 1 where n element of n. ഓക്കെ, വീണ്ടും നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. മോഡുലസ് ഓഫ് Sn മൈനസ് x എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വാട്ട് ഈസ് Sn 1/n സ്ക്വയർ പ്ലസ് 1 മൈനസ് 0, x ഈസ് 0 ഹിയർ. 0 എടുത്തു. ലെസ് ദാൻ എപ്സിലോൺ വരുന്നത് എപ്പോഴാണ് നോക്കുകയാണ്? 1/n സ്ക്വയർ പ്ലസ് 1 ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് രണ്ട് സൈഡും റെസിപ്രോക്കലൊക്കെ എടുത്ത് എന്നിനെ മാത്രമായിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ളൊരു വഴിയുണ്ട് ഇവിടെ. അതാണ് താഴെ ഇരിക്കുന്നത്. ബട്ട് 1/n സ്ക്വയർ പ്ലസ് 1 ഈസ് ലെസ് ദാൻ 1/n സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ആണ് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n-ന്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വേണ്ടത് 1/n സ്ക്വയർ പ്ലസ് 1 ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എപ്പോൾ എന്നാണ് അറിയേണ്ടത്. അത് ലെസ് ദാൻ എപ്സിലോൺ ആണ് എപ്പോൾ? 1/n ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് എന്ത് കിട്ടും? n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് വരാനായിട്ട് പറ്റും. സോ n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ എന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കെ എപ്സിലോൺ ആയിട്ട് എങ്ങനെ ചൂസ് ചെയ്യാം? എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/എപ്സിലോൺ എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട്. Next we have problem 4. Show that limit 3n plus 2 by n plus 1 is equal to 3. അവിടെയും ഇതുപോലെ തന്നെ എപ്സിലോൺ പോസിറ്റീവായിട്ട് ചൂസ് ചെയ്യുന്നു. ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിലെല്ലാം എക്സ് 0 ആയിരുന്നു. പക്ഷേ ഇവിടെ എക്സ് 0 അല്ല, 3 ആണ്. സോ മോഡുലസ് ഓഫ് x n മൈനസ് x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 3n plus 2 by n plus 1 മൈനസ് 3 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മോഡുലസിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പാൻഷൻ കൊടുക്കണം. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ 1/n plus 1 വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ n plus 1 രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ നമുക്ക് n plus 1 ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ വരും, n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ മൈനസ് 1 വരും. അപ്പോൾ കെ എപ്സിലോൺ എങ്ങനെ എടുക്കാം? എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/എപ്സിലോൺ മൈനസ് 1 അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമുക്ക് ആ 1/n plus 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന അവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്ത് പോവാം. കാരണം 1/n plus 1 എന്ന് പറയുന്നത് എന്തിനേക്കാൾ താഴെയാണ്? 1/n-നേക്കാൾ താഴെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 1/n plus 1 ലെസ് ദാൻ എപ്സിലോൺ വരണമെങ്കിൽ 1/n ലെസ് ദാൻ എപ്സിലോൺ വന്നാൽ മതി. ദാറ്റ് മീൻസ് n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ ആയാൽ മതി. സോ കെ എപ്സിലോൺ ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/എപ്സിലോൺ എന്ന് ചൂസ് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് എഴുതി വരാം. ഏത് തരത്തിലായാലും ഓക്കെയാണ്. സോ വി ഹാവ് ദ റിസൾട്ട് ലിമിറ്റ് ഓഫ് 3n plus 2 by n plus 1 is equal to 3. And we have problem 5. Show that limit root of n plus 1 minus root n is equal to 0. So first of all choose epsilon positive and അതിലുള്ള ടേംസിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n plus 1 മൈനസ് റൂട്ട് നെ നമ്മളതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ആഡ് ചെയ്ത് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 1/root of n plus 1 പ്ലസ് റൂട്ട് n എന്നുള്ള രൂപത്തിൽ കിട്ടും. സോ നമുക്ക് മോഡുലസ് ഓഫ് x n മൈനസ് x ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 1 അതായത് x n എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഫോമിലാണ് പിന്നെ എഴുതേണ്ടത്. 1/root of n plus 1 plus root n മൈനസ് ഇവിടെ x എന്ന് പറയുന്നത് 0 ആണ്. 0 ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് ഈസ്
1/√(n+1) + √n ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, ഇവിടെ നമുക്ക് ലെസ് ദാൻ എന്നുള്ള കമ്പാരിറ്റീവിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/√(n+1) + √n ഈസ് ലെസ് ദാൻ 1/√n എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ലെസ് ദാൻ എപ്സിലോൺ വരണം എന്നുണ്ടെങ്കിൽ 1/√n ലെസ് ദാൻ എപ്സിലോൺ വന്നാൽ മതി എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് √n ഗ്രേറ്റർ ദാൻ 1/ε ആയാൽ മതി. ദാറ്റ് മീൻസ് n ഗ്രേറ്റർ ദാൻ 1/ε² ആയാൽ മതി. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ വന്നാൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് k എപ്സിലോൺ എങ്ങനെ ചൂസ് ചെയ്യാം? എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/ε² എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതായത് 1/ε² മുകളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇൻറ്റിജറായിട്ട് k എപ്സിലോണിന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ദ റിക്വയർഡ് റിസൾട്ട്. ആൻഡ് വി ഹാവ് നെക്സ്റ്റ് പ്രോബ്ലം 6. Show that the sequence xn defined by xn is equal to b raised to n has the limit 0 if modulus of b less than 1. Very important question. അതായത് നമ്മുടെ ബി റേസ് ടു എന്ന് പറയുന്ന സീക്വൻസ് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ 1ൽ ലിമിറ്റ് 0 ആണെന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ രണ്ട് കേസായിട്ട് പറയാൻ പോവാണ്. മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ബിക്ക് 0 ആകാം, അല്ലാത്ത കേസും അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോഡുലസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ ഈക്വൽ ടു 0 ആവുന്ന കേസും പറയുന്നു, അല്ലാത്ത കേസും നമ്മൾ പറയാൻ പോകണം. അപ്പോൾ ഇഫ് ബി ഈക്വൽ ടു 0 നമ്മുടെ സീക്വൻസിന് എന്ത് സംഭവിക്കും? xn ഈക്വൽ ടു ബി റേസ് ടു n ആണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ബി 0 ആണെങ്കിൽ xn എന്ന് പറയുന്നത് 0 സീക്വൻസ് ആണ്, അതായത് എല്ലാവരും 0 എലമെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് പോകുന്നത്? ക്ലിയർലി അത് 0ലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആയതുകൊണ്ട് ക്ലിയർലി വി ക്യാൻ റൈറ്റ് ലിമിറ്റ് xn ഈക്വൽ ടു 0. That is limit of b raised to n equal to 0 when b is equal to 0. ഓക്കെ, അപ്പോൾ b 0 എന്ന കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാവുന്ന മറ്റേ കേസ്, അതായത് 0 ലെസ് ദാൻ മോഡ് ബി ലെസ് ദാൻ 1. ഇതല്ലാതെ പിന്നെ വേറെ കേസുകളില്ല. കാരണം മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് ബി എവിടെ വരെ പോകുള്ളൂ? 0 വരെ പോകുള്ളൂ. അപ്പോൾ 0യുടെ കേസ് സ്പെഷ്യലായിട്ട് പറഞ്ഞു. ഇനി 0 അല്ലാത്ത കേസ്, അതായത് 0 ലെസ് ദാൻ മോഡ് ബി ലെസ് ദാൻ 1, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, 0 ലെസ് ദാൻ മോഡ് ബി ലെസ് ദാൻ 1ൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോഡ് ബി ലെസ് ദാൻ 1 എന്നുള്ള ഭാഗം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗം റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 1/മോഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 1. അത് 1നേക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1നേക്കാൾ വലുതായിട്ടുള്ള ഏതൊരു ക്വാണ്ടിറ്റിനെയും നമുക്ക് 1+h എന്നുള്ള രൂപത്തിൽ കാണിക്കാൻ പറ്റും അല്ലേ. അങ്ങനെയാണ് 1/മോഡ് ബി ഈസ് ഈക്വൽ ടു 1+h എന്നുള്ള രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഫോർ സം h പോസിറ്റീവ്, ഏതെങ്കിലും ഒരു എച്ച് പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കൂടെ ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മോഡ് ബി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/1+h എന്ന് കിട്ടും. ഓക്കെ, ഇനി 1+h റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ആ എഴുതിയിരിക്കുന്നത്. എന്താ വരിക? 1+nh + n × n - 1/2 2 ഫാക്ടോറിയൽ × h² പ്ലസ് അടുത്തത് nc3 × h³ എന്ന് വരും, എക്സെട്ര പ്ലസ് h റേസ് ടു n. ഓക്കെ, ലാസ്റ്റ് ncn 1 ആയിട്ട് പോവും, ബാക്കി h റേസ് ടു n. ഓക്കെ, ഇത് ബൈനോമിയൽ എക്സ്പാൻഷനാണ്. ആൻഡ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1+nh. കാരണം ബാക്കിയുള്ള അത്രയും ടേംസിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതുകൊണ്ടാണ് 1+nh എഴുതിയ സ്ഥലത്ത് അവിടെ 1+nhന് നേരെ ലെസ്സും മുകളിലുള്ള ടേമിന് നേരെ ഗ്രേറ്ററും വന്നിരിക്കുന്നത്. കാരണം h പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഒരു ബാക്കിയുള്ള ഭാഗം, ആദ്യത്തെ രണ്ട് ടേം ഒഴിച്ച് ബാക്കിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ 1+nh എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് വേറെ തരത്തിലും പറയാം. ബെർണോളിസ് ഇൻഇക്വാലിറ്റി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാമെന്ന് പറയാം. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. 1+h റേസ് ടു n ഇസ് ഗ്രേറ്റർ ദാൻ 1+nh എന്ന് ബെർണോളിസ് ഇൻഇക്വാലിറ്റി വെച്ചും പറയാം. അവിടെ എന്തായിരുന്നു? 1+x റേസ് ടു n എന്ന് പറയുന്ന സ്ഥലത്ത് x ഗ്രേറ്റർ ദാൻ -1 ആയിരുന്നു. ഇവിടെ നമ്മുടെ കയ്യിൽ എക്സിന് പകരം h ആണ്. ആ h ഗ്രേറ്റർ ദാൻ 0 ആണ്. h ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ h ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ നമുക്ക് ബെർണോളിസ് ഇൻഇക്വാലിറ്റി വെച്ചിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇത് പറയാം കേട്ടോ. ഇനി രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പം 1/1+h റേസ് ടു n ഈസ് ലെസ് ദാൻ 1/1+nh എന്ന് വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1/nh എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ട്രൂ ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n ആൻഡ് ദിസ് ഈസ് നമ്പർ 2. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അവിടേക്ക് വരികയാണ്. നൗ മോഡുലസ് ഓഫ് xn - x എന്ന് പറയുന്നത് നമ്മുടെ x എന്ന് പറയുന്നത് b റേസ് ടു n ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് b റേസ് ടു n - x എന്ന് പറയുന്നത് 0ലേക്കല്ലേ നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ 0 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് b റേസ് ടു n ഈസ് ലെസ് ദാൻ എപ്സിലോൺ. That is modulus of b raised to n is less than epsilon. From equation 1 we can see that modulus of b is 1/1+h. So replacing that we can see that 1/1+h raised to n is less than epsilon. And this is 1/1+h raised to n is less than epsilon. But this quantity is less than epsilon if 1/nh is less than epsilon from equation number 2. നമ്മളവിടെ കണ്ടു 1/1+h raised to n is less than 1/nh എന്ന് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/1+h raised to n less than epsilon കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാൽ മതി? 1/nh less than epsilon കിട്ടിയാൽ മതി. അവിടെ നിന്ന് നമ്മൾ n കളക്ട് ചെയ്യാണ്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1/h epsilon എന്ന് വരികയാണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ എപ്സിലോണിനെ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. എ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലെങ്കിൽ എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/h എപ്സിലോൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബീനെ സെലക്ട് ചെയ്യുന്നു ആ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ആണ് ഇവിടെ വരുന്ന ആ എച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും കെ എപ്സിലോൺ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം എന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് ഓഫ് ബി റേസ് ടു n ഈക്വൽ ടു 0 ആണ് ഫോർ രണ്ടാമത്തെ കേസ് 0 ലെസ് ദാൻ മോഡ് ബി ലെസ് ദാൻ 1ലും അങ്ങനെയാണ്. പിന്നെ ബി ഈക്വൽ ടു 0ൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം. ലിമിറ്റ് ബി റേസ് ടു n ഈക്വൽ ടു 0 ഫോർ മോഡ് ബി ലെസ് ദാൻ 1. Next we have problem 7. That is also very important. If c greater than 0, show that the sequence c raised to 1/n converges to 1. ഓക്കെ, സി പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ സി റേസ് ടു 1/n എന്ന് പറയുന്ന സീക്വൻസ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ സി പോസിറ്റീവ് എന്നുള്ള കേസിനെ നമ്മൾ 3 ആക്കി മാറ്റുകയാണ്. ഒന്ന് 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1, ഓർ അടുത്തത് സി ഈക്വൽ ടു 1, അടുത്തത് സി ഗ്രേറ്റർ ദാൻ 1. ഈ 3 കേസായിട്ട് നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 0 ലെസ് ദാൻ സി ലെസ് ദാൻ 1. ഓക്കെ, അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സി റേസ് ടു 1/n എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ ടേക്കിംഗ് റെസിപ്രോക്കൽസ് 1/c റേസ് ടു 1/n ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ വി ക്യാൻ റൈറ്റ് ഈ ഒരു ക്വാണ്ടിറ്റി 1നേക്കാൾ വലുതായതുകൊണ്ട് നമുക്കതിന് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + hn എന്ന് എഴുതാൻ പറ്റും ഫോർ സം ക്വാണ്ടിറ്റി hn ഗ്രേറ്റർ ദാൻ 0. കാരണം ഓരോ n കറസ്പോണ്ടിങ് ആയിട്ടും വരുന്നത് ഓരോരുത്തരായിരിക്കും. സി അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ h എന്നുള്ള രൂപത്തിലാണ് അവിടെ hന് താഴെ സഫിക്സ് ആയിട്ട് n എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സി റേസ് ടു 1/n നോക്കിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 + hn എന്ന് വരും ഫോർ സം h പോസിറ്റീവ്. h അല്ല hn ആണ് കേട്ടോ. ഫോർ സം hn പോസിറ്റീവ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഓൾസോ വി നോ ദാറ്റ് 1 + hn റേസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + n × hn യൂസിങ് ബെർണോളിസ് ഇനീക്വാലിറ്റി. And taking reciprocals, we can see that 1/1 + hn raised to n is less than or equal to 1/1 + n × hn, that is less than 1/n hn for every n element of n. Okay, then from equation 1 also we can see that c raised to 1/n whole power n is equal to 1/1 + hn whole power n. That is c is equal to 1/1 + hn raised to n, that is less than or equal to 1/1 + n × hn, that is less than 1/n × hn. Okay, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റും ലാസ്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ സി ലെസ് ദാൻ 1/n h എന്ന് വരും. ദാറ്റ് മീൻസ് hn ഈസ് ലെസ് ദാൻ 1/nc എന്ന് കിട്ടും ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നത്. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. നമുക്ക് ഷോ ചെയ്യുന്നത് എന്താണ്? സി റേസ് ടു 1/n 1ലേക്ക് പോകണമെന്നാണ്. ഓക്കെ, ദെൻ മോഡുലസ് ഓഫ് x n - x എഴുതുന്നു. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സി റേസ് ടു 1/n - 1 എഴുതുന്നു. സി റേസ് ടു 1/n എന്ന് പറയുന്നത് ഇക്വേഷൻ 1ൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? 1/1 + hn ആണ്. -1 എഴുതുന്നു. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? hn/1 + hn എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്നത് എപ്പോഴാണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഓൾറെഡി ഈ hn/1 + hn എന്ന് പറയുന്നത് ലെസ് ദാൻ hn ആണ്. കാരണം അടിയിലിരിക്കുന്ന 1 + hn എന്ന് പറയുന്നത് hn പോസിറ്റീവ് ആയത് കാരണം 1നേക്കാൾ മുകളിലാണ്. അപ്പോൾ നമുക്ക് 1/1 + hn ഈസ് ലെസ് ദാൻ 1 എന്നുള്ള കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ hn/1 + hn ഈസ് ലെസ് ദാൻ hn എന്ന് എഴുതാൻ പറ്റും. Okay, so and we also know that from equation 2 that hn is less than 1/nc. So we are here where modulus of x n - x is less than 1/nc. ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്നത് ഇപ്പോൾ എന്നാണ് നോക്കേണ്ടത്. This is less than epsilon if nc is greater than 1/epsilon. That is if n is greater than 1/c epsilon. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സി എന്ന് പറയുന്ന ആരാണ്? നമ്മൾ എടുക്കുന്ന സി ആണ്. സി റേസ് ടു 1/n നമ്മുടെ സീക്വൻസിലുള്ള സി ആണ്. അപ്പോൾ ആ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു എപ്സിലോൺ എടുത്ത് കഴിയുമ്പോൾ 1/c എപ്സിലോണിന് മുകളിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് കെ എപ്സിലോൺ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ റിക്വയർഡ് റിസൾട്ട്. ഓക്കെ, അവിടെ hn/1 + hn എന്നുള്ള ആ ഒരു സ്റ്റെപ്പിൽ എന്തുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കാര്യം ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ h എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളെടുക്കുന്ന സീന് എച്ച് എവിടെ നിന്നാണ് കിട്ടിയത്? എച്ച് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന സിക്കും എന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത് അല്ലേ? സി റേസ് ടു 1/n അത് ഓരോ ടൈമിനും മാറിക്കൊണ്ടിരിക്കും. എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് n. അപ്പോൾ ആ എന്നിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ലെസ് ദാൻ h എന്ന് എഴുതി ആൻഡ് ദെൻ ലെസ് ദാൻ 1/nc എന്നുള്ളതൊക്കെ എഴുതിയത്. അപ്പോൾ ആ ഒരു സിയിലേക്ക് മാത്രമായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യിച്ചു. അപ്പോൾ നമ്മളെടുക്കുന്ന സീക്വൻസിലുള്ള സി ആരാണോ അതിനനുസരിച്ച് നമ്മളെടുക്കുന്ന എപ്സിലോൺ ആരാണോ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് കെ എപ്സിലോണിന് കിട്ടും. സോ
we have the required result, that is limit c raised to n is equal to 1 if 0 less than c less than 1. അപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഈ അടുത്ത കേസ് എന്ന് പറയുന്നത് c ഈക്വൽ ടു 1 ആണ്. അത് ക്ലിയർ ആയിട്ട് കിട്ടും. കാരണം c ഈക്വൽ ടു 1 ആണെങ്കിൽ c raised to 1 by എന്ന് പറയുന്ന സീക്വൻസ് ആരാണ്? 1ൻ്റെ പവറുകളല്ലേ. 1ൻ്റെ പവറുകൾ എങ്ങനെ എടുത്താലും 1 ആണ്. അപ്പോൾ c raised to 1 by എന്ന് പറയുന്നത് 1 ആണ് എല്ലാ ടേംസിലും. എന്ന് പറഞ്ഞാൽ സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്, എല്ലാ ടേംസും 1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ടെൻഡിങ് ടു 1 ആണ്, അല്ലെങ്കിൽ കൺവെർജസ് ടു 1 ആണ് ക്ലിയർലി. സോ വി ഗെറ്റ് ലിമിറ്റ് c raised to n is equal to 1 if c equal to 1 also. And now we have the third case, that is c greater than 1. What happens when c greater than 1 is c greater than 1 means c raised to 1 by n is greater than 1. So we can write c raised to 1 by n is equal to 1 plus a quantity, positive quantity dn, right? That is c raised to 1 by n is equal to 1 plus dn എഴുതാം for some dn positive. രണ്ട് സൈഡും പവർ n എടുത്തു കഴിഞ്ഞാൽ we get c is equal to 1 plus dn raised to n. And by using Bernoulli's inequality, we can write this is greater than or equal to 1 plus n into dn. Okay, then c minus 1 is greater than or equal to n into dn, and dn is less than or equal to c minus 1 by n. For every n element of n, this is true. This is equation number 3. And now we have നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരികയാണ്. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്, ദെൻ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സി റേസ് ടു 1 by n minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് സി റേസ് ടു 1 by n? 1 plus dn ആണ് ഇവിടെ. 1 plus dn minus 1, that is modulus of dn. And we have from equation 3 that modulus of dn is dn, since dn is positive, and dn is less than or equal to c minus 1 by n. ഓക്കെ, ഇനി സി മൈനസ് 1 by n ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന എപ്പോൾ? n ഗ്രേറ്റർ ദാൻ സി മൈനസ് 1 by എപ്സിലോൺ ആവുമ്പോൾ. സോ വി ക്യാൻ ചൂസ് കെ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് 1 by എപ്സിലോൺ. അപ്പോൾ നമ്മളെടുക്കുന്ന സീനെയും എപ്സിലോണിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കെ എപ്സിലോൺ വരുന്നത്. സോ എല്ലാ എപ്സിലോണിനും കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു കെ എപ്സിലോൺ കിട്ടുന്നുണ്ട്. സോ വി ഹാവ് ലിമിറ്റ് സി റേസ് ടു 1 by n ഈക്വൽ ടു 1 ഇഫ് സി ഗ്രേറ്റർ ദാൻ 1 ഓൾസോ. അപ്പോൾ 3 കേസിൽ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു. സോ ഇൻ either കേസ് സി റേസ് ടു 1 by n സീക്വൻസ് കൺവെർജസ് ടു 1. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലം 6ഉം 7ഉം. ആൻഡ് വി ഹാവ് പ്രോബ്ലം 8. ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദ ക്വസ്റ്റൻ ഈസ് പ്രൂവ് ദാറ്റ് ലിമിറ്റ് n raised to 1 by n ഈക്വൽ ടു 1. ഓക്കെ, n 1 ആവുന്ന സമയത്ത് n raised to 1 by n 1 ആണ്. n ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് n raised to 1 by n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? n raised to 1 by n എന്ന് പറയുന്നത് 1 plus hn എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും. ഫോർ സം hn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. hn 0 ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം n ഈക്വൽ ടു 1 ആണെന്നാണ്. ആ കേസിലാണ് hn ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കേസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ, അതായത് n ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിലാണ് അത് എഴുതാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ n raised to 1 by n 1 plus hn എന്നുള്ള രൂപത്തിൽ എഴുതിക്കണം. അവിടെ നിന്ന് n കളക്ട് ചെയ്യുന്നു, രണ്ട് സൈഡും പവർ n എടുക്കുന്നു. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു 1 plus hn raised to n വരും. അതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ടേമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്തിട്ടുള്ളത്. അതായത് n into n minus 1 by 1 into 2 into hn square. ആ ഒരു ടേം മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൺസിഡർ ചെയ്താൽ അവിടെ ഈക്വൽ ടു എന്നുള്ളത് മാറിയിട്ട് ഗ്രേറ്റർ ദാൻ എന്നുള്ളൊരു സിമ്പിളാണ് പിന്നെ വരിക. കാരണം hn ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ അത്രയും ടേംസിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ആണ് n, ലെഫ്റ്റിലിരിക്കുന്ന n. ആ n ഇപ്പോൾ ഇത്രയും ടേംസിനോട് ഈക്വൽ ആണ്. അപ്പോൾ അതിൽ നിന്ന് തേർഡ് ടേമിനെ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും n ആയിരിക്കും വാല്യൂ കൂടുതലും, മറ്റ് തേർഡ് ടേം ആയിരിക്കും വാല്യൂ കുറവുള്ളത്. അതുകൊണ്ടാണ് n ഗ്രേറ്റർ ദാൻ n into n minus 1 by 1 into 2 hn square എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പർപ്പസ്ഫുള്ളി എടുത്തിട്ടുള്ളതാണ്. ആ തേർഡ് ടേമിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? hn സ്ക്വയറിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? hn സ്ക്വയർ ഈസ് ലെസ് ദാൻ 2n by n into n minus 1. n ക്യാൻസൽ ചെയ്താൽ hn സ്ക്വയർ ഈസ് ലെസ് ദാൻ 2 by n minus 1 എന്ന് കിട്ടും. അവിടെ നിന്ന് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് hn ഈസ് ലെസ് ദാൻ റൂട്ട് ഓഫ് 2 by n minus 1 എന്ന് കിട്ടും. വേർ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കാരണം നമുക്ക് n minus 1 ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കാരണം n ന് 1 ആവാൻ പറ്റില്ല. പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന കാരണം n minus 1 പോസിറ്റീവ് ആവും വേണം. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ n ന് 1 ആവാൻ പറ്റില്ല, n ന് നെഗറ്റീവ് ആവാൻ പറ്റില്ല. പിന്നെ n എവിടെ തൊട്ടേ പറ്റുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. n ഓൾവേസ് ഇൻറ്റിജർ ആണല്ലോ, അല്ല പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലോ, നാച്ചുറൽ നമ്പർ ആണല്ലോ. അപ്പോൾ n ന് എവിടെ തൊട്ടേ റണ്ണിങ് ഉള്ളൂ? 2 മുതലാണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട മെയിൻ പാർട്ടിലേക്ക് വരികയാണ്. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ x എന്ന് പറയുന്നത് ഇവിടെ n raised to 1 by n ആണ്, x എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ n raised to 1 by n നിങ്ങൾ 1 plus hn എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് h എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ലെസ് ദാൻ റൂട്ട് ഓഫ് 2 by n minus 1 വരും. ഓക്കെ, ഇനി റൂട്ട് ഓഫ് 2 by n minus 1 ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് എപ്പോൾ എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നത്. അത് കിട്ടുന്നത് എന്താണ്? n ഗ്രേറ്റർ ദാൻ 1 plus 2 by എപ്സിലോൺ സ്ക്വയറിലാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കെ എപ്സിലോൺ എങ്ങനെ എടുക്കാം? എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus 2 by epsilon square എന്നെടുത്തു കഴിഞ്ഞാൽ we have the required result.
Okay, next we have problem 9. Prove that the sequence an is equal to n diverges. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഡൈവേർജിങ് ആണെന്ന് കാണിക്കാനാണ്. ഓക്കെ, അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സീക്വൻസിൻ്റെ കൺവെർജൻസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ ഈക്വൽ ടു എന്ന് പറയുന്ന സീക്വൻസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 1 2 3 4 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് ആണ്. നമ്മൾ ഇത് ഡൈവർജൻ്റ് ആണെന്നാണ് കാണിക്കേണ്ടത്. നമ്മളിപ്പോൾ എന്ത് അസം ചെയ്യണം? ഇഫ് പോസിബിൾ അത് കൺവെർജൻ്റ് ആണെന്ന് വിചാരിക്കൂ, ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിയാൽ മതി. ഇഫ് പോസിബിൾ അസ്യൂം ദ സീക്വൻസ് എൻ കൺവെർജസ് ടു എ ലിമിറ്റ് സേ എ എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് കൺവെർജ് ചെയ്തു എന്ന് വിചാരിക്കൂ. ദാറ്റ് ഈസ് ലിമിറ്റ് n ഈസ് ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് എന്താണ് അറിയാൻ പറ്റുന്നത്? ഡെഫിനിഷൻ പ്രകാരം ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്തു. ചൂസ് എപ്സിലോൺ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും. ആ നാച്ചുറൽ നമ്പറിനെ നമ്മൾ കെ എന്നേ പറയുന്നുള്ളൂ, കെ എപ്സിലോൺ എന്ന് പറയുന്നില്ല. കാരണം എപ്സിലോൺ ജനറൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ കെ എപ്സിലോൺ എഴുതുക. അപ്പോൾ എപ്സിലോൺ ഇവിടെ നമ്മൾ ഫിക്സ് ആയിട്ട് ഒരു നമ്പർ പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിക്സ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ, അത് നമ്മൾ കെ എന്ന് പറഞ്ഞാൽ മതി. കെ എപ്സിലോൺ എന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ. ഓക്കെ, then by definition there exists ഒരു natural number k such that modulus of an minus a is less than epsilon, that is equal to 1 for every n greater than or equal to k. Okay, that is modulus of an minus a is less than 1 for every n greater than or equal to k എന്ന് കിട്ടും. ഇനി ആ മോഡുലസിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും a minus 1 less than a n less than a plus 1 വരും for every n greater than or equal to k. That is a n is an element of the open interval a minus 1 a plus 1 for every n greater than or equal to k. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എന്ന് പറയുന്ന സീക്വൻസ് ആരാണ്? n ആണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ n പകരം n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ n എലമെൻറ്റ് ഓഫ് ദി ഓപ്പൺ ഇൻ്റർവൽ a minus 1 a plus 1 എന്ന് കിട്ടും for every n greater than or equal to k. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എവിടെയാണ് ഇരിക്കുന്നത്? a minus 1ൻ്റെയും a plus 1ൻ്റെയും ഇടയിലാണ് ഇരിക്കുന്നതാണ് ഇപ്പോൾ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം. അത് ക്ലിയർലി ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന സീക്വൻസ് കൺവെർജൻ്റ് ആയാലല്ലേ ആ എ എന്ന് പറയുന്ന നമ്പറിനെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രശ്നം വരുന്നത്. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു കൺവെർജൻസ് പോസിബിൾ അല്ല. അതായത് എ എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ സീക്വൻസ് ഈസ് ഡൈവർജൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് കൊടുക്കുന്നത്. കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തിട്ട് തുടങ്ങും, എന്നിട്ട് കോൺട്രഡിക്ഷനിലെത്തും. ആൻഡ് അതേപോലെയാണ് അടുത്തൊരു പ്രോബ്ലം വരുന്നത്. ഷോ ദാറ്റ് ദ സീക്വൻസ് -1 raised to n ഡൈവർജസ്. -1 raised to n എന്ന് പറയുന്ന സീക്വൻസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതാരാണ്? -1 1 -1 1 -1 1 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. ഇഫ് പോസിബിൾ ഇത് കൺവെർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് കോൺട്രഡിക്ഷനിലെത്താം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് -1 raised to n എന്ന് പറയുന്നത് എ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണ് പോസിബിൾ ആണെങ്കിൽ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് കോൺട്രഡിക്ഷനിലെത്തണം. നമ്മൾ അഗെയിൻ എപ്സിലോൺ 1 ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ കൺവെർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ബൈ ഡെഫിനിഷൻ ഒരു നാച്ചുറൽ നമ്പറിന് കിട്ടും k such that modulus of -1 raised to n minus a is less than epsilon, that is equal to 1 for every n greater than or equal to k. Okay, that is modulus of -1 raised to n minus a is less than 1 for every n greater than or equal to k. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എങ്ങനെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n എന്ന് പറയുന്നത് ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിക്കൂ, കെയുടെ മുകളിലുള്ളത്. കെ എന്ന് പറയുന്ന പരിധിക്ക് ശേഷമാണല്ലോ ഇക്വേഷൻ നമ്പർ 1 ട്രൂ ആയിട്ടുള്ളത്. അപ്പോൾ കെൻ്റെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഓഡ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണ് n എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നതാണ് താഴെ എഴുതുന്നത്. അപ്പോൾ n ഓഡ് ആണെങ്കിൽ -1 raised to n എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് -1 - a ലെസ് ദാൻ 1. എന്നിട്ട് ആ മോഡിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇരിക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ -2 0 കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇത് എപ്പോഴാണ്? കെക്ക് മുകളിലുള്ള ഓഡ് നാച്ചുറൽ നമ്പർ ആണ് n എങ്കിൽ. ഓക്കെ, അടുത്ത കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കെക്ക് മുകളിലുള്ള ഈവൻ നാച്ചുറൽ നമ്പർ ആണ് n എങ്കിൽ എന്താണ് കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലെ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ൽ -1 raised to n സ്ഥലത്ത് n ഈവൻ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ മോഡുലസ് ഓഫ് 1 - a ലെസ് ദാൻ 1 വരും. അവിടെ നിന്ന് അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും a എന്ന് പറയുന്ന പോയിന്റ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0 2 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 2ൽ പറഞ്ഞത് ഈ പറയുന്ന എ എന്ന് പറയുന്ന അതായത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഓപ്പൺ ഇൻ്റർവൽ -2 0 ഉള്ളിലാണെന്ന്. ഇപ്പോൾ നമുക്ക് കിട്ടി ഓപ്പൺ ഇൻ്റർവൽ 0 2 ഉള്ളിലാണ് എ എന്ന് പറയുന്ന ആൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്കൊരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻ 2 and 3 വി ക്യാൻ സീ ദാറ്റ് നോ സച്ച് എ എക്സിസ്റ്റ്. കാരണം നമ്മുടെ ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് 2ഉം 3ഉം. അപ്പോൾ 2ഉം 3ഉം ട്രൂ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എ എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു എനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു എ ഇല്ല. ദാറ്റ് മീൻസ് ലിമിറ്റ് -1 raised to n does not exist. So the sequence diverges.
Next we have a theorem in this section, that is the uniqueness of limits. The statement is a sequence in R can have at most one limit. അതായത് നമ്മുടെ റിയൽ സീക്വൻസുകൾക്ക് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അതായത് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ലിമിറ്റ് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഒരെണ്ണമേ ഉണ്ടാകുള്ളൂ എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഡൈവർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഇല്ല, കൺവർജൻ്റ് ആണെങ്കിൽ ഒരേ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് തിയറം. ഞാൻ പ്രൂഫ് സിമ്പിൾ പ്രൂഫാണ്. എങ്ങനെ വരുന്നത് നോക്കാം. ആദ്യം x ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സീക്വൻസ് കൺവർജൻ്റ് അല്ലെങ്കിൽ അതിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, കൺവർജൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് കാണിക്കണം, ഒരേ ഒരു ലിമിറ്റേ ഉള്ളൂ എന്നാണ് കാണിക്കേണ്ടത്. ഇഫ് പോസിബിൾ രണ്ട് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം, കോൺട്രഡിക്ഷനിലെത്തും. ഓക്കെ, ഇഫ് പോസിബിൾ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ എന്നും ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ടു എന്നും നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ് വണ്ണും എക്സ് ടുവും ഈക്വൽ ആണെന്നാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. നമുക്ക് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വണ്ണും കയ്യിലുണ്ട്, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ടു എന്നും കയ്യിലുണ്ട്. അപ്പോൾ രണ്ടിനും നമ്മൾ ഡെഫിനേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ എപ്സിലോണിനും ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നതാണല്ലോ. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ആദ്യം തന്നെ ചൂസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k1 കിട്ടും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ. അവിടെ എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2 ആണ് എഴുതിയിരിക്കുന്നത്. അത് പർപ്പസ്ഫുള്ളി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. ഓക്കെ, ഇതേപോലെ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ടു ആണെങ്കിൽ ഇതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ നമ്പർ അവിടെ k1 ആയിരിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് വേറൊരു നാച്ചുറൽ നമ്പർ നമ്മൾ k2 എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. ദർ എക്സിസ് k2 എലിമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ടു ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. അവിടെ എന്തുകൊണ്ടാണ് എപ്സിലോൺ ബൈ 2 എന്ന് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ആഡ് ചെയ്യേണ്ട ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നതാണല്ലോ. അപ്പോൾ എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2 നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വേണ്ട, അത് നമ്മൾ എഴുതുന്നതാണ്, അങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ ട്രൂ ആയിട്ടുള്ളത് k1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് മുകളിലുള്ള എന്നുകൾക്കാണ്. അടുത്ത ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് k2 എന്ന് പറയുന്ന നമ്പറിന് മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ്. അപ്പോൾ ഇത് രണ്ടും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആളെ കണ്ടുപിടിക്കണം. രണ്ടും ട്രൂ ആവുന്ന എപ്പോഴായിരിക്കും, k1ൻ്റെയും k2ൻ്റെയും മാക്സിമം ആരാണോ അതിനുശേഷമുള്ള നാച്ചുറൽ നമ്പറുകൾക്ക് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ k1ൻ്റെയും k2ൻ്റെയും മാക്സിമത്തിന് k എന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ടുള്ള മോഡ് എക്സ് എൻ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നുള്ളതും അടുത്ത ഇക്വേഷൻ ആയിട്ടുള്ള മോഡ് എക്സ് എൻ മൈനസ് എക്സ് ടു ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നുള്ളതും ട്രൂ ആയിട്ട് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഓക്കെ, അതായത് k1നും k2നും പകരം നമുക്ക് k വെച്ചിട്ട് അതേ ഇക്വേഷൻസ് രണ്ടും കൂടെ ഒരുമിച്ച് ട്രൂ ആണ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. വേർ k ഈസ് ദ മാക്സിമം ഓഫ് k1 ആൻഡ് k2. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ x1 x2 ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ മോഡുലസ് ഡിഫറൻസ് കൺസിഡർ ചെയ്യാണ് കേട്ടോ. മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഈക്വൽ ടു, ഇതിൻ്റെ ഇടയിൽ നമ്മൾ xk എന്ന് പറയുന്നൊരു ടേമിനെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. എന്തിനാണ് ഈ xk എന്ന് വെച്ചാൽ ഈ k എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത k ആണ്. അതായത് k1ൻ്റെയും k2ൻ്റെയും മാക്സിമം ആയിട്ടുള്ള k ആണ്. k മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന് ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. അപ്പോൾ എന്നിന് പകരം k കൊടുത്തു കഴിഞ്ഞാലും ഓക്കെ ആണല്ലോ. അതായത് മോഡുലസ് ഓഫ് xk മൈനസ് x1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. മോഡുലസ് ഓഫ് xk മൈനസ് x2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു xkനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തതും മൈനസ് ചെയ്തതൊക്കെ. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ചിട്ട് ആ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ മോഡുലസിൽ അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിരിക്കുന്നത്. ആദ്യത്തെ മോഡുലസിൽ മോഡുലസ് ഓഫ് xk മൈനസ് x1, അടുത്ത മോഡുലസിൽ മോഡുലസ് ഓഫ് xk മൈനസ് x2. ഇത് ഇക്വേഷൻ നമ്പർ 1 പ്രകാരം നമുക്ക് എന്ത് കിട്ടും, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് ഓരോ ടേമും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എപ്സിലോൺ കിട്ടി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ മോഡുലസ് ആയതുകൊണ്ട് അത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളെടുത്ത ആർബിട്രറി ആയിട്ടുള്ള എപ്സിലോൺ ആണ്. അപ്പോൾ എപ്സിലോൺ വളരെ ചെറുതാക്കും തോറും അതിനും താഴെയാണ് ഈ മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എപ്സിലോൺ ആർബിട്രറി ആണ്. അതുപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് x മൈനസ് x2 ലെസ് ദാൻ എപ്സിലോണും ആണെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് ട്രൂ ഫോർ എവറി എപ്സിലോൺ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ മോഡ് x1 മൈനസ് x2 എന്ന് പറയുന്നത് ആരായിരിക്കണം, അപ്പോൾ 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് x1 ഈക്വൽ ടു x2. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഏതൊരു സീക്വൻസിനും ലിമിറ്റ് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. എന്തുകൊണ്ടാണ് അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ, അറ്റ്മോസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ്, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. 0 വരുന്നത് എപ്പോൾ, ലിമിറ്റ് 0 ആയിട്ട്, അതായത് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത് എപ്പോൾ, ഡൈവർജൻ്റ് ആണെങ്കിൽ. ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു ലിമിറ്റ് മാത്രമേ ആയിരിക്കും, ഒന്നിൽ കൂടുതൽ ലിമിറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം. ഓക്കെ, താങ്ക് യു.